بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب تطوع قيام رمضان من الإيمان ഈമാൻ കാരണം ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഖിയാമു റമളാനാകുന്ന സുന്നത്ത് നിസ്കാരം അത് വിശദീകരിക്കുന്ന ബാബാണ്. അതിനാലുള്ള നേട്ടങ്ങൾ എന്ത് എന്ന് പറയുന്ന ബാബാണ്. ആ നേട്ടം ലഭിക്കുന്നവർ പരിശുദ്ധ മുഅ്മിനീങ്ങളായിരിക്കും. ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഖിയാമു റമളാൻ, മറ്റൊരു താല്പര്യവുമില്ലാതെ അതിൻ്റെ ആ ഖിയാമു റമളാനാകുന്ന തത്തവ്വു. ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഇമാം ബുഖാരിയുടെ ഒരു തഹ്രീറാണത്. ഹദീസിൽ വരാൻ പോകുന്നു മൻഖാമ റമളാനാന. തൊട്ട് മുമ്പത്തെ ഹദീസിൽ നാം വളരെ വിശദീകരിച്ച ഹദീസാണത്. അവിടെ പറഞ്ഞത് അതിൻ്റെ മുമ്പ് ഖിയാമുൽ ലൈലത്തുൽ ഖദറിന്റെ ഹദീസ് പറഞ്ഞു മയ്യകും ലൈലത്തുൽ ഖദരി ഈമാനും വഹ്തിസാബാ. അവിടെയും ലൈലത്തുൽ ഖദറിന്റെ ഖിയാം എനിക്ക് നമ്മൾ പറഞ്ഞത് ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കിയാൽ എന്ന അർത്ഥം വച്ചത്. ഈ ബാബിൽ മൻഖാമ റമളാന എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തെ എന്തെങ്കിലും ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയാൽ എന്നർത്ഥമല്ല. അവിടുത്തെ ഖിയാമു റമളാൻ കൊണ്ട് ഉദ്ദേശം റമളാൻ മാസത്തിൽ പ്രത്യേകം വാരിദായതായ സുന്നത്ത് നിസ്കാരം എന്നാണ്. റമളാനിൽ പ്രത്യേകം വാരിദായ സുന്നത്ത് നിസ്കാരം എന്താ? തറാവീഹ് നിസ്കാരം തന്നെ. പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഈ ബാബിനെ ഏകദേശം അനുകരിച്ചുകൊണ്ടാണ് ബാബിട്ടിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ ബാബു തത്തവ്വുഇ ഖിയാമി റമളാന മിനൽ ഈമാൻ. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ ബാബിടുന്നു ബാബു തർഗീബി ഫീ ഖിയാമി റമളാൻ വഹുവ തറാവീഹു. അതാണ് ബാബ്. ഖിയാമു റമളാനിൽ പ്രേരണ നൽകുന്ന ബാബ്. എന്താണ് ഖിയാമു റമളാൻ എന്ന് പറഞ്ഞാൽ വഹുവ ഖിയാമു റമളാൻ എന്ന് പറഞ്ഞാൽ അത്തറാവീഹു, തറാവീഹാണ്. അപ്പൊ തറാവീഹിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഹദീസുകളിൽ വന്ന ഖിയാമു റമളാൻ എന്നല്ലാതെ റമളാനിൽ തറാവീഹ് അല്ലാത്ത ഏതെങ്കിലും സൽക്കർമ്മങ്ങളെ കൊണ്ട് ഹയാത്താക്കൽ അത് ഖിയാമു റമളാനിൽ വന്നതല്ല. അത് ഖിയാമു റമളാൻ അർത്ഥമല്ല. ഖിയാമു റമളാൻ എന്തെങ്കിലും ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കുക എന്നല്ല അർത്ഥം. അതിൽ പ്രത്യേകം വാരിദായ സുന്നത്ത് നിസ്കാരം ചെയ്യുക. സാധാരണഗതിയിൽ തത്തവ്വുഅ് എന്ന പ്രയോഗം എല്ലാ സുന്നത്തുകളെ പറ്റി പറയുമെങ്കിലും കൂടുതലായി പറയൽ തത്തവ്വുഅ് എന്ന പ്രയോഗം പ്രയോഗിക്കൽ സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ഖിയാമു റമളാനാകുന്ന ആ പ്രത്യേക സുന്നത്ത് നിസ്കാരം അത് ഈമാനിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാകുമ്പോൾ അതിനൊക്കെ കുറേ പ്രത്യേകതകളുണ്ട്. ആ ഈമാനിൽ നിന്നാണോ അല്ല വരുന്നത് എന്ന് അവരവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവരുടെ താല്പര്യം എന്താണ്? മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, മുമ്പും നാം വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? അവൻ്റെ സ്വന്തക്കാര പള്ളിയിലേക്ക് പോവുക. എന്തിന്? അവിടെ തോന ആളെ കൂട്ടാൻ വേണ്ടി. അവിടെ പരിപാടി മോശമാവരുത്. ഈ പള്ളിയിൽ ആള് കുറഞ്ഞെന്നാരും വിചാരിക്കരുത്. അല്ലെങ്കിൽ അവൻ്റെ വേറെന്തെങ്കിലും താല്പര്യം. അങ്ങനെ എന്തെങ്കിലും ശാരീരിക താല്പര്യങ്ങൾക്ക് വക നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം പരിഗണിച്ചുകൊണ്ട് വേറെ ഒന്നിലേക്കും അവൻ ചിന്തിക്കണില്ല. അള്ളാഹിൻ്റെ വജ്ഹ് മാത്രമേ ഉള്ളൂ.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ മസ്ജിദി ഹാദാ വ മസ്ജിദിൽ ഹറാം വ മസ്ജിദ് ഈലിയാ ഔ കമാ ഖാൽ. 3 പള്ളികളിലേക്ക് മാത്രമേ പള്ളിയുടെ മഹത്വം ചിന്തിച്ചുകൊണ്ട് പോവാൻ പാടുള്ളൂ. മസ്ജിദുൽ ഹറാമിലേക്ക് പോവാം, മസ്ജിദുൽ നബവിയിലേക്ക് ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിൽ നിന്നും പോവാം, മസ്ജിദുൽ അക്സയിലേക്ക് ഏത് മുക്കുമൂലയിൽ നിന്നും പോവാം. അവിടേക്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പള്ളി എന്നുള്ളവർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലാതെ മറ്റുള്ള ഒരു പള്ളികളിലേക്കും പള്ളിയുടെ മഹത്വം കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? എല്ലാ പള്ളികളും സമമാണ്. എന്നിട്ട് സ്വന്തം മുറ്റത്തുള്ള പള്ളി അത് ഒഴിവാക്കിയിട്ട് പള്ളിയിൽ തന്നെ പോവാതിരിക്കുക. ഏതെങ്കിലും ഗ്രൗണ്ടുകളിലേക്ക്, ഏതെങ്കിലും മലകളിലേക്ക്, ഏതെങ്കിലും കാടുകളിലേക്ക് പോവുക. അല്ലെങ്കിൽ അതിനാ തറാവിസ്കരിച്ചാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങളെ പാർട്ടിക്കാരതാണ്, അല്ലെങ്കിൽ എൻ്റെ ആൾതാണ്. അങ്ങനെ പോകുന്നത് ഈമാനിൻ്റെ ഭാഗമല്ല. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് റമളാനിൽ തറാവീഹ് നിസ്കരിക്കുന്നത് അത് മൂമിനാണിൻ്റെ അടയാളം. മൂമിനാണത്, അത് മൂമിൻ്റെ അടയാളമാണ്. അവനിക്ക് വലിയ പ്രത്യേകതകളുണ്ട് എന്ന് സ്വീകരിക്കുന്ന ബാബാകുന്നു. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا إسماعيل قال حدثني مالك عن ابن شهاب عن حميد بن عبد الرحمن عن أبي هريرة رضي الله عنهم أن رسول الله صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഈ ഹദീസിൽ സനദിൽ പറഞ്ഞവർ മുഴുവനും അജില്ല ആണ്, വലിയ വലിയ മഹത്തുക്കളാണ്. 5 ആളെയാണ് ഈ സനദിൽ 5 പേരാണ് ഈ സനദിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇസ്മായിൽ ബിൻ ഉവൈസ് എന്നവർ മദനിയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ മകനാണ്. ഇസ്മായിൽ ബിൻ ഉവൈസ് എന്നവർക്കുള്ള അമ്മാവനാണ് ഇമാം മാലിക്, ഉമ്മാൻ്റെ ആങ്ങളെയാണ്. അതാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് ഇബ്നു ശിഹാബ് മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ശിഹാബിൻ സുഹരി. നാലാമത്തത് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹുമൈദ് എന്നവർ. അവർക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ ബിൻ ഔഫായ മാതിരി ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുടെ അമ്മാവനാണ്, ഉമ്മായുടെ സഹോദരനാണ്. ഉസ്മാൻ അഫ്ഫാൻ ഹുമൈദ് എന്നവരുടെ ഉമ്മാന്റെ സഹോദരൻ. ഉമ്മാന്റെ പേര് ഉമ്മു കുൽസൂം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണവർ, ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മത്തെ സഹോദരി ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന ആളുടെ മകളാണ് ഉമ്മു കുൽസൂം. ആ ഉമ്മു കുൽസൂമിൻ്റെ ഉമ്മു കുൽസൂം എന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ്. അവരുടെ മകനാണ് ഹുമൈദ് എന്നവർ. അവരെ തൊട്ട് ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ മറ്റ് മുഹദ്ദിസീങ്ങൾ എല്ലാവരും റിവായത്ത് ചെയ്തിട്ടുണ്ട്.
സ്വഹാബത്തിൽപ്പെട്ട ധാരാളം മഹാന്മാരെ കേട്ടവരാണവർ. സമിയ ജംഅൻ മിൻ കിബാരി സ്വഹാബ, സ്വഹാബത്തിൽ നിന്നുള്ള വലിയ വലിയ ആളുകൾ ഹദീസ് കേട്ടിട്ടുണ്ട്. മിൻഹും അബവാഹു, അതിൽപ്പെട്ടവരാണ് അവരുടെ രണ്ട് ഉമ്മയും ഉപ്പയും. ഉമ്മാൻ്റെ വക്കലിൽ നിന്നും ഉപ്പാൻ്റെ വക്കലിൽ നിന്നും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പ അബ്ദുറഹ്മാൻ ഔഫ എന്ന് പറഞ്ഞല്ലോ. ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്താണ്. ഉമ്മു കുൽസൂം ആണെങ്കിൽ പ്രത്യേകത എന്താ? ലോകത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മഹദികളിൽ വെച്ച് ആദ്യമായി ഹിജ്റ പോയവർ. അല്ല, ഉപ്പയും ഉമ്മയും അവിടെ ഹദീസ് പഠിച്ചവരാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മഹാന്മാരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ശിഷ്യന്മാരായിട്ട് പ്രധാനമായി വരുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹുവാണ്. അതുപോലെ താബിഈങ്ങളിൽപ്പെട്ട കുറേ ആളുകളും. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പറ്റുന്നവരാണ് എന്നുള്ളതിൽ എതിരഭിപ്രായം ആരും തന്നെ പറഞ്ഞിട്ടില്ല. അവർക്ക് ധാരാളം ഹദീസുകളുണ്ട്. അവരുടെ ജനനം ഹിജ്റ 22, വഫാത്ത് ഹിജ്റ 95. ഏകദേശം 73 വയസ്സാണുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന കൊല്ലത്തിൽ, അല്ലെങ്കിൽ വഫാത്താകുന്ന കൊല്ലത്തിൻ്റെ തൊട്ട് മുമ്പത്തെ കൊല്ലത്തിലാണ് അവരുടെ ജനനമുള്ളത്. പിന്നെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന പേരിൽ രണ്ടാളുണ്ട്. ഒന്ന് നാം റിപ്പോർട്ട് ചെയ്യുന്ന ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അസ്സുഹരി, അവരാണ്. രണ്ടാമത് ഉമൈദ് ബിൻ അബ്ദുറഹ്മാൻ ഹിംയരി എന്ന് പറയുന്ന ബസറക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. താബിയാണ്, വലിയ ഫഖീഹാണ്. ഈ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താബിയായ ബസരി ഹിംയരി, അവരെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിതാബുകളിൽ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന് വരുമ്പോൾ അത് ഏത് ഉമൈദാണ് എന്നത് പ്രത്യേകമായി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാർ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. രണ്ടാളും ഫിഖത്താണ്, രണ്ടാളും വിശ്വസ്തരാണ്. ബുഖാരി മുസ്ലിം രണ്ടാൾ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുഖാരിയിൽ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ഹിംരിയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ട്. അത് പലരും ധാരാളമായി ഈ പേജിൽ അതിനെല്ലാ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ, ചരിത്രമറിയേണ്ടവർ, റാവികളെ സംബന്ധിച്ചുള്ള വിശദമായ വ്യക്തിപരമായ അറിവുകൾ നൽകേണ്ട ഉദ്ദേശിക്കുന്നവർ അത് നോക്കുക. ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ് കാണാം. നോമ്പിൻ്റെ വാബായത് കൊണ്ടായേക്കാം ഇമാമിനോട് ഉദ്ധരിച്ചിട്ടുള്ളത്. അന്ന ഉമറ ഉസ്മാന റളിയല്ലാഹു അൻഹുമാ കാന യുസല്ലിയാനിൽ മഗ്രിബ ഫീ റമളാൻ സുമ്മ യുഫ്തിറാനി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം റമളാനിൽ ബാങ്ക് കൊടുത്താൽ ആദ്യമായി മഗ്രിബ് നിസ്കരിക്കും. അതിൻ്റെ ശേഷമാണ് നോമ്പ് തുറക്കല്. ഇത് മഹാന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ചർച്ച, വലിയ ചർച്ച, ഫിഖഹിന്റെ കിതാബുകളെല്ലാം വലിയ ചർച്ചകളായിട്ട് കാണാം. എന്താ? റമളാനിൽ തഅജീലുൽ ഫിത്ർ സുന്നത്താണ് എന്നുണ്ട്. ബാങ്ക് കൊടുത്താൽ മഗ്രിബിൻ്റെ സമയമായാൽ ഉടനെ മഗ്രിബ് നോമ്പ് തുറക്കണം. ആ ഉടനെ പരിധി എത്രയാണ്? എപ്പോഴാണ് ഉടനെ ആവുക? ഉടനെ ചെയ്യേണ്ട മറ്റൊരു പണിയാണ് മഗ്രിബ് നിസ്കാരവും. പ്രത്യേകിച്ച് മഗ്രിബ് നിസ്കാരത്തിനൊക്കെ വളരെ ടൈം കുറവാണ്. 5 വക്ത്, 5 റക്അത്ത് അല്ലെങ്കിൽ 7 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമുള്ളൂ എന്നുള്ള ചർച്ച വരെ ഉണ്ട്. ഷാഫി മദ്ഹബിലെ ജദീദ് അതാണല്ലോ. 7 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമേ ഉള്ളൂ. മഗ്രിബിന് മുമ്പ് സുന്നത്തുണ്ട് എന്ന് വെക്കുമ്പോൾ, മഗ്രിബിനെ കൊള്ള ചേർത്ത് വെക്കുമ്പോൾ വുളു അടക്കം മുമ്പെടുത്ത് വെക്കണം. ചർച്ചകളാണ്. ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കലാണോ ആദ്യം വേണ്ടത്, അതല്ല മഗ്രിബ് നിസ്കരിക്കലാണോ?
അവിടെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എല്ലാം ഇഫ്താറിന് ചെയ്യൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്ന് പറയാം. ഹദീസ് ഈ ഹുമൈദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇമാം ബുഖാരിയുടെ ഈ സനദിൽ പറഞ്ഞ ഉസ്താദായ ഹുമൈദ് എന്ന ഉസ്താദിൻ്റെ പരമ്പരയിൽപ്പെട്ട ഹുമൈദ് എന്നവർ സുഹരി ഇമാമിൻ്റെ ഉസ്താദ് മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ പുത്തനാശയക്കാർ പരിശുദ്ധ റമദാനിൽ മഗ്രിബ് ബാങ്ക് 2, 3 ചിലപ്പോൾ 7 മിനിറ്റ് വരെ നേരത്തെ ബാങ്ക് കൊടുക്കും. എന്തിന്? തഅജ്ജുലുൽ ഫിത്ർ സുന്നത്താണ്, അതുകൊണ്ട് 1 സെക്കൻഡ് പോലും പിന്തിക്കാൻ പാടില്ല. അത് വേഗം നോൻപറക്കണം. മഗ്രിബായാലും സൂര്യ അസ്തമിച്ചാലും വേണ്ടില്ല, അസ്തമിച്ചില്ലെങ്കിലും വേണ്ടില്ല, പകലിൻ്റെ എൻഡിൽ നോൻപറക്കണം. അത് വലിയ അബദ്ധമായ വാദമാണ്, നോമ്പ് ഫിത്നയാകുന്ന വിഷയമാണ്. ഇമാമിയങ്ങൾ എല്ലാവരും പറയുന്നത് രാത്രി ഇരുട്ടായി, രാത്രിയായി, ഉറൂബായി എന്ന് ഉറപ്പിച്ചതിൻ്റെ ശേഷം മാത്രമേ ഇഫ്താറിൻ്റെ ചിന്തന എന്തിക്കാൻ പാടുള്ളൂ. എന്നാൽ തന്നെ ഇഫ്താർ ചെയ്യേണ്ടമാര് നിസ്കരിച്ചതിന് ശേഷമാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. നോമ്പ് അതിലെ കാത്തുന്നില്ലേ, ഞാൻ ആ ഏറ്റവും നിർബന്ധമായ മഗ്രിബ് അതും കൂടി ചെയ്തിട്ട് നോമ്പ് പറഞ്ഞാൽ മതി. സമയമുണ്ടല്ലോ, ഒന്നും വരെ അതൊന്നും സംഭവിക്കാനൊന്നും പോടില്ലല്ലോ. പിന്നീട് ജൂതന്മാരെ മാതിരി രാത്രി കൂരിട്ടാവാൻ വേണ്ടി കാത്തിക്കണ്ട. ഇതേ അവിടുത്തെ അഭിപ്രായ വ്യത്യാസം തന്നെ ഉള്ളൂ, അതിനവിടുത്തെ ചർച്ച തന്നെ ഉള്ളൂ. രാത്രി കൂരിട്ടാവാൻ വേണ്ടി കാത്തിരിക്കണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. ബിസ്കറ്റിട്ടാണോ? അല്ലേ, രണ്ടും പറ്റും. എന്നാൽ ഒരു വിഭാഗം ചെയ്തിരുന്നത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇഫ്താർ ചെയ്യും. ഒരു വിഭാഗം ചെയ്തിരുന്നത് ഇഫ്താർ ആദ്യം കാരക്കയും വെള്ളം കുടിച്ച് നോമ്പ് പറഞ്ഞിട്ട് നിസ്കരിക്കും. അങ്ങനെ പറക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. എന്താ? പ്രത്യേകിച്ചും വലിയ വലിയ പള്ളികളിലാകുമ്പോൾ വായ കഴുകാനുള്ള വെള്ളം കിട്ടൂല. അപ്പോൾ ഈ കാരക്കയുടെയോ അവർ കഴിച്ചതായ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കി വായിലുണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നോമ്പ് നിസ്കാരം വരെ ബാത്തിലായേക്കാം. അതിൻ്റെ അർത്ഥം ചെയ്യുന്നത് തെറ്റാന്നല്ല. തക്ബീർ ചെല്ലുന്നതിൻ്റെ മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം വായിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കണം എന്നല്ലാതെ തിന്നും കൊണ്ട് നിസ്കരിക്കരുത്. നോമ്പ് തുറന്നു ഉടനെ തന്നെ അതേമാതിരി വായെല്ലാം വൃത്തിയാക്കാതെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ വായിലുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങുമ്പം അതന്നെ നിസ്കരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിത്തീരരുത്. ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പുത്തനാശയക്കാർ ചെയ്യുന്ന ആ പ്രവണത, അവർ പറയുന്ന ന്യായവും 100% തെറ്റാണ്. ഒന്ന്, ഉറൂബിൻ്റെ മുമ്പ് ബാങ്ക് കൊടുക്കുക. 2, തഅജ്ജീലുൽ ഫിത്ർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നോമ്പ് പറക്കുകയും ചെയ്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അവർ സ്വയം അവരുടെ നോമ്പ് ബാത്തിലാക്കുന്നു, മറ്റുള്ളവരെ നോമ്പ് ബാത്തിലാക്കാനുള്ള പണിയും ചെയ്യുന്നു. അവരുടെ സുബൈയും അങ്ങനെ തന്നെയാണല്ലോ. സാധാരണഗതി റമദാൻ അല്ലാത്തന്ന് സുബൈ ബാങ്ക് കൊടുക്കൽ 1-2 മിനിറ്റ് നമ്മളത് സുന്നികളെ തൊട്ടത്തിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സുന്നികളുടെ സുബൈ ബാങ്ക് കൊടുത്ത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ ബാങ്ക് കൊടുക്കുക. റമദാനാകുമ്പോൾ 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കുക. സുന്നികളെ ബാങ്ക് കൊടുത്താൽ എത്താൻ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് അവർ. അള്ളാഹു അവരുടെ സിറിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ എന്നവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും റമളാനിൽ ഖിയാം ചെയ്താൽ, ഈമാനൻ വിശ്വസിച്ചതിന് വേണ്ടി, വഹ്തിസാബാ പ്രത്യേകം കണക്കിലെടുത്തതിന് വേണ്ടിയും. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം മുമ്പത്തെ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ആവർത്തിക്കാം. മഅന ഈമാനൻ, നബി ഇമാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. തസ്ദീഖൻ ബി അന്നഹു ഹഖ്ഖുൻ മുക്തസദും ഫളീലതുഹു, ആ ഖിയാമു റമളാൻ ഹഖാണ്, അതിൻ്റെ പ്രത്യേകതയെ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതാണ്.
എന്ന് വിശ്വസി ഉൾക്കൊണ്ടും കൊണ്ട് എന്നാണ് അർത്ഥമുള്ളത്. ഒമാന ഇഹ്തിസാബൻ എന്നതിൻ്റെ മാന അൻ യുരീദല്ലാഹു തആല വഹ്ദഹു ലാ യഖ്സിദു റൂയത്തന്നാസി വലാ ഗൈറ ദാലിക. ജനങ്ങൾ കാണലിനെയോ അവൻ അതല്ലാത്ത എന്തെങ്കിലും സ്വയം താല്പര്യങ്ങളെയോ ഉദ്ദേശിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് എന്നാണ് ഇഹ്തിസാബിൻ്റെ മാനുള്ളത്. ആ ജനങ്ങൾ കാണൽ അതല്ലാത്തനമിമ്മായുഖാലിഫുൽ ഇഖ്ലാസ, ഇഖ്ലാസിനോട് എതിരാകുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ഒഴിവാക്കി അതൊന്നുമില്ല അല്ലാഹുവിൻ്റെ വജ്ഹിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ ഖിയാം ചെയ്താൽ والمراد بقيام رمضان صلاة التراويح. ഇമാമാണ് ഇമാനെ ബാബു നേരത്തെ വായിച്ചു. ബാബു തർഗീബ് ഫീ ഖിയാമി റമളാൻ വഹുവ തറാവീഹ്. ഈ ഹദീസിൽ പറഞ്ഞ മൻ ഖാമ എന്ന ഖിയാം റമളാൻ കൊണ്ടുള്ള മുറാദ് സ്വലാത്തു തറാവീഹ് ആകുന്നു. അപ്പം എന്താർത്ഥം വന്നു? ആരെങ്കിലും മറ്റുള്ള താല്പര്യങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ അല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാതെ ഈ തറാവീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പ്രത്യേകം താല്പര്യമുള്ളതാണ്, അല്ലാഹു പ്രത്യേകം സുന്നത്താക്കിയതാണ് എന്ന് ഉൾക്കൊണ്ടും കൊണ്ട് റമളാനിൽ ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് മുന്തിയതായ എല്ലാ ദോഷങ്ങളെയും അവനിക്ക് പൊറുക്കപ്പെടുന്നതാകുന്നു. ഇതാണ് ഹദീസ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, വത്തഫഖൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിഹാ, തറാവീഹ് നിസ്കാരം സുന്നത്താണ് എന്നുള്ളതിൻ്റെ മേലിൽ എല്ലാ ഉലമാവും ഏകകണ്ഠമായിരിക്കുന്നു, ഇത്തിഫാഖായിരിക്കുന്നു. അതിൽ ചർച്ച അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ രണ്ട് ചർച്ചയാണുള്ളത്. ഒന്ന്, തറാവീഹിൻ്റെ എണ്ണം എത്ര? 20-ൽ താഴെയാണ് എണ്ണം എന്നുള്ളതിൽ 20-ൽ താഴെയാണെന്നുള്ള അഭിപ്രായം ഒരാളും പറഞ്ഞിട്ടില്ല. അത് 20 പറഞ്ഞവരുമുണ്ട്, 36 പറഞ്ഞവരുണ്ട്, അതല്ല 39 പറഞ്ഞവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ എന്നല്ലാതെ 20-ൽ താഴെ എന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്ത് പുത്തനാശയക്കാർ അവരുണ്ടാക്കിയൊരു അഭിപ്രായം, അവർ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ. എന്താ, തറാവീഹ് എന്ന പ്രത്യേക നിസ്കാരമില്ല, വിത്രേ ഉള്ളൂ. ആ വിത്തർ റമളാൻ നിസ്കരിക്കുമ്പോൾ ആ വിത്തറിൻ്റെ പേരാണ് തറാവീഹ്. 11 റക്അത്തേ ഉള്ളൂ. എന്തൊരു കണ്ടുപിടുത്താണിത്! ഇമാം ബുഖാരിയുടെ ബാബ്, ഇമാം മുസ്ലിമിൻ്റെ ബാബ്, ഇമാം നവവിയുടെ ബാബ്, ഇതെല്ലാം അതിനൊക്കെ എതിരാണ്, വിരുദ്ധമാണ്, സത്യത്തിനെതിരായിട്ടുള്ള കണ്ടുപിടുത്തമാണത്. അങ്ങനെ ഒരു അഭിപ്രായമില്ല ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ തറാവീഹായും കൊണ്ടും വിത്റായും കൊണ്ടും നിസ്കരിച്ച് പോരുന്നുണ്ട്. തറാവീഹ് എന്ന് പറയുന്നതും വിത്ർ എന്ന് പറയുന്നത് രണ്ട് നിബന്ധനകളുള്ള നിസ്കാരങ്ങളാണ്. വിത്ർ 11 റക്അത്താണോ 13 റക്അത്താണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ 13 റക്അത്ത് വരെ നിസ്കരിച്ചിരുന്നു. ആ അഭിപ്രായമാണ് പരിശുദ്ധ 2 ഹറമിലും ഇന്നും നിലനിൽക്കുന്നത്. എന്താ, റമളാനിൽ വിത്ർ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. അത് രാത്രി ഏകദേശം പകുതി ആയതിന് ശേഷം ഇശയും തറാവിയും കഴിഞ്ഞതിൻ്റെ ശേഷം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അത് ഖിയാമുൽ ലൈൽ എന്ന പേരിലാണ് അറിയപ്പെടുക. ആ നിസ്കാരം ആദ്യം 10 റക്അത്ത് നിസ്കരിക്കും, വലിയ സൂറത്ത് ഓതിയിട്ട്. പിന്നത്തെ റക്അത്ത്
3 റക്അത്തിൽ ഒന്നാമത്തതിൽ സബീസ്മയും രണ്ടാമത്തിൽ കുല്യാൽ കാഫിറൂനയും മൂന്നാമത്തിൽ ചില സമയത്ത് ഇഖ്ലാസും മോദത്തൈനി ഓതും, അല്ലെങ്കിൽ ഇഖ്ലാസ് മാത്രം ഓതും. അങ്ങനെ 13, 10, 3, 13. ഇന്ന് അടുത്ത കഴിഞ്ഞ കൊല്ലം വരെ അങ്ങനെയാണ് വിത്റ്. ഖിയാമുൽ ലൈൽ എന്ന പേരിൽ, ഖിയാമു റമളാൻ എന്ന പേരിൽ നിസ്കരിക്കുന്ന തറാവീഹ്, അത് കൊറോണൻ്റെ മുമ്പ് വരെ 2 ഹറമിലും 20 റക്അത്ത് തന്നെയായിരുന്നു. കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം അത് 10 റക്അത്തായി ചുരുക്കി. കഴിയുന്നവർ ഒറ്റ നിസ്കരിച്ചോട്ടെ. എന്നാൽ 8 എന്ന് അവരെപ്പോഴും പറയുന്നില്ല. തറാവി 8ഉം 11ഉം ആണെന്ന് പറയുന്നില്ല, 8ഉം 13ഉം ആണ്. ഇവിടെ വിത്തറ് 13ഉം 10ഉം 3ഉം ആയിട്ടാണ് അവർ നിസ്കരിക്കൽ. വിത്തറ് അത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്ന എണ്ണവുമാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്തർ നിസ്കരിക്കൽ 11 എന്നാണ്. അല്ല, ഈ ഒരു തർക്കം സ്വഹാബത്തിൻ്റെ ഇടയിലുണ്ടായപ്പോഴാണ് വിത്തറിൻ്റെ എണ്ണം എത്രയാണ്. അത് 1 നിസ്കരിക്കാം, 3 നിസ്കരിക്കാം, 5 നിസ്കരിക്കാം, ഒറ്റകളായി നിസ്കരിക്കാം. അത് പലവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ പലതാണ്. നബി തങ്ങൾ 5 നിസ്കരിച്ച് കണ്ടവരുണ്ട്, 7 നിസ്കരിച്ചവർ കണ്ടവരുണ്ട്, 9 നിസ്കരിച്ചവർ കണ്ടവരുണ്ട്, 11 നിസ്കരിച്ചവർ കണ്ടവരുണ്ട്, 13 നിസ്കരിച്ച് കണ്ടവരുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവർ ഇഷ്ടമുള്ള കണ്ടത് നബി തങ്ങൾ ഇത്രയാണ് നിസ്കരിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിത്തറിൻ്റെ റക്അത്തിലുള്ള ഖിലാഫ് വരുന്നത്. നമ്മളെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ത് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്തർ സാധാരണ നിസ്കരിച്ചിരുന്നത് 11 ചില സമയത്ത് 13 നിസ്കരിച്ചിട്ടുണ്ട്. 13 വേറെ ഏതെങ്കിലും ഇശാന്റെ സുന്നത്ത് നിസ്കാരമാവാം. പല നിൽക്കുന്ന ഷാഫി ഇമാം വ്യാഖ്യാനിക്കുന്നുണ്ട്. മറ്റുള്ളവർ കണ്ടവർ അവർ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് വിത്തർ 1 മുതൽ 11 വരേക്കും നിസ്കരിക്കാം. ഷാഫി മദ്ഹബിന്റെ മറ്റൊരു അഭിപ്രായപ്രകാരം 1 മുതൽ 13 വരേക്കും എത്രയും നിസ്കരിക്കാം. കാരണം എല്ലാം നബി തങ്ങൾ ചെയ്തതാണ്. എത്ര നല്ല, എത്ര മര്യാദയുള്ള വ്യാഖ്യാനമാണത്. ഒന്നും ഒഴിവാക്കണ്ട, ഒക്കെ നടന്ന തന്നെയാണ്. ഈ ഒരു അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിൻ്റെ ഇടയിൽ നടന്നപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെന്ന് ചോദിക്കുന്നത്, ഉമ്മുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ എത്രയാണ് നിസ്കരിക്കല്? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം ഈ ഒരു ചർച്ച വിത്തറിൻ്റെ റക്അത്തിനെ പറ്റിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവരുടെ വന്നിട്ടുള്ളത് എന്നറിയാം. അതാണ് ചോദ്യമെന്നറിയാം. ചോദിക്കുന്നത് റമളാനിൽ എത്ര നിസ്കരിക്കല്, ഉദ്ദേശം എന്താ? റമളാനിൽ വിത്തർ എത്ര നിസ്കരിക്കല്? എന്താണ് അങ്ങനെ ചോദ്യത്തിന് കാരണം? ഒരു മനുഷ്യൻ്റെ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അമലുകൾ കൂടുതലായി ചെയ്യല് റമളാനിലാണ്. മറ്റുള്ള സമയങ്ങളെല്ലാം അക്കല്ലെടുത്താലും റമളാനിൽ അത് അക്കല്ലെടുക്കൂല. അത് ഇബാദത്തിന് വേണ്ടി ഒഴിച്ചിടുന്ന മാസമാണ്. അതുകൊണ്ട് എത്രത്തോളം കൂടുതൽ ചെയ്യാൻ കഴിയോ അത്രത്തോളം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് വിത്ർ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി നിസ്കരിച്ചത് റമളാനിൽ എത്രയായിരുന്നു? അതായിരിക്കും ഏറ്റവും കൂടുതൽ നിസ്കരിച്ച എണ്ണം. അതാണ് വിത്റിൻ്റെ എണ്ണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലും റമളാൻ അല്ലാത്ത ദിവസങ്ങളിലും 11 കൂടുതൽ നിസ്കരിക്കലില്ല. മശൂറായ ഹദീസാണത്. റമളാനിലും റമളാൻ അല്ലാത്തന്നും 11 കൂടുതൽ നിസ്കരിക്കലില്ല. ആ പറഞ്ഞത് എന്തിനെ പറ്റിയ? വിത്റിനെ പറ്റിയല്ലേ. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നേരത്തെ 13 നിസ്കരിച്ചിരുന്നു പറയുന്നുണ്ട്. അതും ലോകത്ത് അമൽ ചെയ്യപ്പെടുന്നുമുണ്ട്. അതെല്ലാം വിത്റിൻ്റെ എണ്ണമാണ്. അത് ഖിയാമു റമളാനല്ല. കൊറോണൻ്റെ മുമ്പ് വരെ 2 ഹറമിലും തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി ഇശാസ്കാരം കഴിഞ്ഞാൽ നമ്മളവിടെ അസ്വലാത്തു ജാമിയ എന്ന് പറയുന്നതിന് പകരം നമ്മളവിടെ അസ്വലാത്ത ജാമിയ എന്ന് പറഞ്ഞിട്ട് തറാവീഹ് റഹിമക്കുമുല്ലാഹ് എന്ന് പറയുക. തറാവി കഴിഞ്ഞ ഔത്തിറു റഹിമക്കുമുല്ലാഹ് എന്ന് പറയലുണ്ട്. അതെല്ലാം സുന്നത്ത് തന്നെയാണ്, സുന്നത്തിൻ്റെ ഭാഗങ്ങളാണ്. 2 ഹറമിലും ചെയ്തിരുന്നത് സ്വലാത്തു ഖിയാമി റമളാൻ അസാബക്കുമുല്ലാഹ് എന്നായിരുന്നു. ഖിയാമു റമളാൻ എന്ന നിസ്കാരം അതേതാണ്? തറാവിയാണ്. അത് 20 നിസ്കരിച്ചിരുന്നത്. ഇപ്പൊ തറാവീഹ് എന്ന നിസ്കാരം ഒന്ന് വേറെ. അത് ഈ രണ്ട് റക്അത്തിൽ സലാം വീട്ടിക്കോളണം എന്ന് ഷർത്താണ്.
തറാവീഹ് 4 റക്അത്തായിട്ടോ 8 റക്അത്തായിട്ടോ അല്ലെങ്കിൽ 20 റക്അത്തും ഒറ്റ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. ഈ രണ്ട് സലാം വീട്ടൽ നിർബന്ധമാണ്. വിത്തർ അങ്ങനല്ല. വിത്തർ വേണമെങ്കിൽ 11 റക്അത്തും ഒറ്റ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നിസ്കരിക്കാം. ഞാൻ വിത്തറിനെ 11 റക്അത്ത് നിസ്കരിക്കുന്നു. ളുഹറിന്റെ ശേഷം മുമ്പുള്ള നിസ്കാരം സുന്നത്തുകൾ 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം. അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് ഒന്നായിട്ട് അസറിന്റെ മുമ്പുള്ള സുന്നത്ത് 4 റക്അത്ത് നിസ്കരിക്കും. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാം, നിയത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാം. അതുപോലെ ഇശാന്റെ മുമ്പുള്ള നിസ്കാരങ്ങൾ, ഇശാന്റെ ശേഷമുള്ള നിസ്കാരങ്ങൾ 4 റക്അത്തുള്ള എല്ലാ സുന്നത്തുകളും 4ഉം കൂടെയും നിസ്കരിക്കാം. ഈ രണ്ടായി നിസ്കരിക്കാം. എന്നാൽ തറാവീഹ് അങ്ങനെയല്ല. അത് ഈ രണ്ടിലും സലാം വീട്ടൽ നിർബന്ധമാണ്. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അക്കാര്യം. തറാവീഹിനെ പറ്റിയുള്ള 2 ചർച്ചകളിൽപ്പെട്ട ഒരു ചർച്ച ഇതാണ്: തറാവീഹ് ജമാഅത്തായിട്ടാണോ അല്ലേ നിസ്കരിക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം നവവി പറയുന്നു, വഖ്തലഫൂ ഫി അന്നൽ അഫ്ള സ്വലാത്തുഹാ മുൻഫരിദൻ ഫീ ബൈതിഹി അം ഫീ ജമാഅത്തിൻ ഫിൽ മസ്ജിദി. പള്ളിയിലുള്ള ജമാഅത്തായിട്ട് നിസ്കരിക്കലോ ഒറ്റയ്ക്ക് നിസ്കരിക്കലോ തറാവീഹ് നല്ലത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. وقال الشافعي وجمهور أصحابه. ഷാഫി ഇമാമിന്റെ അനുചരന്മാരായ മുസ്തഹിദീങ്ങളായ പണ്ഡിതന്മാരിലുള്ള ഭൂരിഭാഗവും പറഞ്ഞു. അബൂ ഹനീഫത്ത വഅഹ്മദു വബഅദുൽ മാലിക്കിയ. അബൂ ഹനീഫ, ഇമാം അഹ്മദ്, മാലിക്കി മദ്ഹബിൽപ്പെട്ട ചില ആളുകൾ, മാലിക്കി ഇമാമല്ല, വഗൈറുഹും മറ്റുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞു അൽ അഫ്ളു സ്വലാത്തുഹാ ജമാഅത്തൻ, പള്ളിയുള്ള ജമാഅത്തിലായി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. കമാ ഫഅലഹു ഉമർ ഇബ്നുൽ ഖത്താബ് വസ്സഹാബ റളിയല്ലാഹു അൻഹും. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും മറ്റു സ്വഹാബത്തുകൾ മുഴുവനും അങ്ങനെ ചെയ്ത മാതിരി. വസ്തമറ അമലുൽ മുസ്ലിമീന അലൈഹി, മുസ്ലിമീങ്ങളുടെ അമൽ അങ്ങനെ തന്നെ നിന്ന് പോരുന്നുമുണ്ട്. ലിഅന്നഹു മിനശ് ശആഇരിൽ ളാഹിറ ഫഅസ്ബഅ സ്വലാത്തൽ ഈദ്. അതെല്ലാം ലാഹിറായ ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പെരുന്നാൾ നിസ്കാരത്തിനോട് തുല്യമായി പെരുന്നാൾ നിസ്കാരം ശിആറുൽ ലാഹിറായതുകൊണ്ട് അത് ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കണമെന്ന മാതിരി. വഖാല മാലിക്കുൻ വഅബൂ യൂസുഫ വബഅദു ശാഫിഇയ്യ വഗൈറുഹും. ഇമാം മാലിക്, ഹനഫി പണ്ഡിതരുടെ നേതാവായ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ഷാഫിയാക്കളിൽ ചിലരും പറഞ്ഞു അൽ അഫ്ളു ഫുറാദാ ഫിൽ ബൈത്തി, ഏറ്റവും നല്ലത് തറാവീഹ് വീട്ടിൽ വെച്ച് സ്വന്തമായി നിസ്കരിക്കലാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളു സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈത്തിഹി ഇല്ലൽ മക്തൂബത. ഒരു മനുഷ്യൻ്റെ നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും പോരിശയായ നിസ്കാരം അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്, ഫർള് നിസ്കാരം ഒഴിച്ച് എന്ന ഹദീസിന് വേണ്ടി ധാരാളം തെളിവുകൾ പറയുന്നുണ്ട്. ശറഹ് മുസ്ലിം 6-ാം ജുസ് 40-ാമത്തെ പേജ്. ഇതേ ചർച്ച ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ നടത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? قال أصحابنا العراقيون والصيدلاني والبغوي وغيرهما من الخراسانيين. ഷാഫി മദ്ഹബിലെ ഇറാഖിക്കാരായ അസ്ഹാബുമാർ, പണ്ഡിതന്മാർ, അതുപോലെ ഇമാം സൈദലാനി, ബഗ്വി, അങ്ങനെയുള്ള ഖുറാസാനിലെ നേതാക്കന്മാരായ പല ഷാഫി പ്രമുഖരുമായ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖിലാഫു ഫീ മൻ യഹ്ഫദുൽ ഖുർആൻ. തറാവീഹ് സ്വന്തമായി വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളല് എന്ന് പറഞ്ഞതിലുള്ള അഭിപ്രായ വ്യത്യാസം, അതാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസം നടക്കുന്നത് തന്നെ. ഒന്ന്, ഈ ഒറ്റക്ക് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ ഖുർആൻ ഹിഫ്ളുള്ളവനാവണം. വലാ യഖാഫുൽ കസ്ല അൻഹാ ലൗ ഇൻഫറദ. ഒറ്റക്കായാൽ മടി കാണിച്ച് തറാവി നിസ്കരിക്കാത്തൊരവസ്ഥ വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. വേറൊന്ന്, വലാ തഖ്തല്ലുൽ ജമാഅത്തു ഫിൽ മസ്ജിദി ലിതഖല്ലുഫിഹി. അവൻ പള്ളിയിലേക്ക് പോകാതിരുന്നാൽ പള്ളിയിലുള്ള ജമാഅത്തിനിക്ക് ഭംഗം വരും. നമ്മൾ ആ ഉസ്താദ് പള്ളിക്ക് വരുന്നില്ലാണ് നമ്മളാരും പോകേണ്ട, ഇമാമ് ശരിയില്ലേണ്ടാകും, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ശരിയില്ലാത്തതാണ് നമ്മളും വരെ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് പള്ളിയെ ജമാഅത്തിന് ആൾ പറയുന്ന അവസ്ഥ ഇവൻ പോകാതിരുന്നാൽ വരുമെങ്കിൽ അവനിക്കും അല്ലാത്തോടത്താണ്. ഈ 3 ഫൈൻ ഫുഖിദ അഹദു ആദിഹിൽ ഉമൂർ, ഈ 3 നിബന്ധനകളിൽ വെച്ച് ഏതെങ്കിലും ഒന്നില്ലാതെയായി, ഖുർആൻ ഹിഫ്ളുള്ള ആളല്ല, അല്ലെങ്കിൽ മടി കാരണമായിട്ട് ചിലപ്പോൾ നിസ്കാരം അവർക്ക് നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ അവൻ പോവാതിരുന്നാൽ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്.
ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണമുണ്ടായാൽ ഫൽ ജമാഅത്തു അഫ്ളലു ബിലാ ഖിലാഫ്, പള്ളിയിലുള്ള ജമാഅത്തായി നിസ്കരിക്കലാണ് അഫ്ളല്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ 3 ദിവസമല്ലേ ജമാഅത്തായി നിസ്കരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നബി തങ്ങളും സ്വന്തല്ലേ നിസ്കരിച്ചത്, സ്വഹാബത്തും സ്വന്തല്ലേ നിസ്കരിച്ചത്, പിന്നെ ഉമർ ഖത്താബല്ലേ ജമാഅത്ത് കൊണ്ടുവന്നത്, അതെന്നെ കൈ നോൽക്കല്ലേ എന്നെല്ലാം ന്യായീകരണം പറഞ്ഞ് വീട്ടിൽ ചുരുണ്ട് കൂടലിനുള്ള കാരണമാവണമെങ്കിൽ ഇവൻ ഈ പള്ളിയിലെ ഇമാമ് ഓതുന്നതിനേക്കാൾ കൂടുതൽ ഖുർആൻ ഒരു മാസം കൊണ്ടെങ്കിലും ഖത്തം നിസ്കാരത്തിലായി വിട്ടാൻ തയ്യാറുള്ളവനായിരിക്കണം, ഹാഫിദുൽ ഖുർആൻ ആവണം. ഒരു ദിവസം പോലും അത് അവൻ പള്ളിയിലേക്ക് പോകാതിരിക്കൊണ്ട് തറാവി നഷ്ടപ്പെട്ടു പോകരുത്. പള്ളിയിൽ വെച്ച് അവൻ സംസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ തറാവി കണ്ടില്ലേ വേറെ ചിന്തയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും പള്ളിയിലേക്കാണ് പോയ ജമാഅത്ത് തറാവി നഷ്ടപ്പെടുന്ന വിഷയം വരൂല. അവൻ പള്ളിയിലേക്ക് പോവാതിരുന്നാൽ പല കാരണങ്ങളെ കൊണ്ടും തറാവി പോവാൻ സാധ്യതയുണ്ടെങ്കിൽ അവനൊക്കെ അത് സുന്നത്തിൽ അവനെ ഒരിക്കലും വിട്ട് നിസ്കരിക്കരുത്. അതുപോലെ ഇവൻ കാരണം പള്ളിയിലേക്കുള്ള ഒഴുക്ക് കുറയുമെങ്കിലും അവൻ പള്ളിയിലേക്കാണ് പോവേണ്ടത്, ഒറ്റ നിസ്കരിക്കരുത്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ഇൻഷാ അല്ലാഹ് തറാവീൻ്റെ റക്അത്തിനെ പറ്റി നമ്മൾ ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ഇമാമിങ്ങൾ എന്താണ് തറാവീൻ്റെ റക്അത്തിനെ പറ്റി പറഞ്ഞത് എന്ന്, അതോടുകൂടെ ചിന്തിക്കേണ്ട വിഷയം, തറാവീഹ് 20 റക്അത്തിൽ താഴെ എന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. തറാവീഹ് 20 തന്നെയാണ്. അതിൽ കൂടുതൽ എത്ര ഉണ്ട് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ വാർത്തകൾ ധാരാളം കിതാബുകളുണ്ട്, ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. അതോടുകൂടെ മനസ്സിലാക്കേണ്ടത്, ഒരാൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാനായി കഴിയൂല. ഒന്നിക്കൽ ശരീരത്തിലേക്ക് ക്ഷീണമുണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നത് കൊണ്ട് പോവേണ്ടി വന്നു, ബാക്കി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ അവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അവന് കൂലിയുണ്ടോ ഇല്ലേ? ഇമാമിങ്ങൾ പറയുന്നു അവർക്ക് കൂലിയുണ്ട്. ഒരാൾ 2 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഹറമിലെല്ലാം നിസ്കരിക്കുന്ന മാതിരി 10 റക്അത്ത്, ഇന്നിപ്പോൾ തറാവീഹ് കൊറോണയുടെ ശേഷം 2 ഹറമിലുമുള്ളത് 10 റക്അത്താണ്. ഈ 10 റക്അത്ത് നിസ്കരിച്ചു, എന്നാൽ ബാക്കി നിസ്കരിക്കാതിരുന്നാൽ ആ 10 റക്അത്തിന് കൂലി കിട്ടുമോ? ഇമാമിങ്ങൾ പറയുന്നു എത്ര തന്നെ നിസ്കരിച്ചാലും അവനക്ക് കൂലി ലഭിക്കും. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, വലോ സല്ലാ മാ അദാ റക്അത്തൽ വിത്രി ഫല്ലാഹിറു അന്നഹു യുസാബു അലാ മാ താബിഹി സവാബ കൗനിഹി മിനൽ വിത്ർ. വിത്ർ 11 റക്അത്താണെന്ന് പറഞ്ഞു, ഒറ്റ ആയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയാക്കുന്ന വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാണല്ലോ, ആ ഒറ്റൻ്റെ റക്അത്തല്ലാതെ 2 നിസ്കരിച്ചു വിത്ർ, എങ്കിൽ 4 നിസ്കരിച്ചു, എങ്കിൽ 10 റക്അത്ത് വിത്ർ നിസ്കരിച്ചു, 10 നിസ്കരിച്ചില്ല. എന്നാൽ ആ ചെയ്ത നിസ്കാരത്തിനിക്ക് വിത്റിൽ നിന്നുള്ള 2, വിത്റിൽ നിന്നുള്ള 4 അതിൻ്റെ കൂലി തന്നെ കിട്ടുന്നതാകുന്നു. എന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, തറാവീഹും വകദാ, ഇതേ പ്രകാരം തന്നെയാണ്. മൻ അതാ ബിബഅദി തറാവീഹി, തറാവീഹിൽ നിന്നുള്ള ബഅദിനെ കൊണ്ടുവന്നാലും അങ്ങനെ, അല്പം കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയാണ്. തറാവീഹ് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, അവൻ പോകേണ്ടി വന്നു, എങ്കിൽ പോയി. അല്ലെങ്കിൽ തറാവീഹ് 4 റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ 6 റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ 8 നിസ്കരിച്ചു, അല്ലെങ്കിൽ 10 നിസ്കരിച്ചു, അല്ലെങ്കിൽ 12 നിസ്കരിച്ചു, അല്ലെങ്കിൽ 16 നിസ്കരിച്ചു, അല്ലെങ്കിൽ 18 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ എത്ര നിസ്കരിച്ചാലും ആ നിസ്കരിച്ചതിനേക്ക് ആകെയുള്ള തറാവീഹിൻ്റെ 20ൽ നിന്ന് 8 നിസ്കരിച്ചത്, 20ൽ നിന്ന് 10 നിസ്കരിച്ചതിൻ്റെ കൂലിട്ടും. ഇവിടെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരാൾ തുടക്കത്തിൽ തന്നെ ഞാൻ തറാവി 10 നിസ്കരിക്കുള്ളൂ, അല്ലെങ്കിൽ 6 നിസ്കരിക്കുള്ളൂ, അല്ലെങ്കിൽ 8 നിസ്കരിക്കുള്ളൂ. ഓൻ എത്തിപ്പെട്ടോടുത്ത് പള്ളിയിൽ തറാവീഹ് ജമാഅത്തായിട്ട് 8 നിസ്കരിക്കുന്നുള്ളൂ. അങ്ങനെ 8 നിസ്കരിക്കുന്ന ഒരു പള്ളിയിൽ ഒരാൾ എത്തിപ്പെട്ടു, ഓൻ ഇവരൊപ്പം 9 നിസ്കരിക്കുള്ളൂ, പിന്നെ നിസ്കരിക്കൂല എന്നാണ് ഞാൻ തീരുമാനിച്ചു. എന്നാൽ അതിനിക്ക് ആ തറാവീഹ് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച കൂലി കിട്ടുമോ?
20 റക്അത്തുള്ള തറാവീഹിൽ നിന്ന് 8 നിസ്കരിച്ചതാൽ ആ 20-ൽ നിന്ന് 8 നിസ്കരിച്ച കൂലി കിട്ടൂലേ? വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതാ വക്കഥാ കൗലുഹു ശർവാനി കൗലുഹു വക്കഥാ മന്നതാ ബിബഅദി തറാവീഹ് ഐ കൽഇക്തിസാരി അല സമാനിയതി 8ന്റെ മേലിൽ ചുരുക്കും പോലെ ശർവാനിയാണ് വായിക്കുന്നത്. ഫയസാബു അലൈഹാ സവാബ കൗനിഹാ മിനത് തറാവീഹി തറാവീഹിൽ നിന്ന് 8 നിസ്കരിച്ചു എന്നുള്ളതിൻ്റെ കൂലി തന്നെ കിട്ടും. വഇൻ ഖസദ ഇബ്തിദാഅൻ അൽ-ഇക്തിസാറ അലൈഹാ കമാ ഹുവൽ മുഅ്താദു ഫീ ബഅദിൽ അഖ്താർ. ശർവാനി 2:225. ചില നാടുകളിൽ തറാവീഹ് 8 നിസ്കരിക്കൽ പതിവുണ്ട്. 8 മാത്രം നിസ്കരിക്കലുണ്ട്, 6 നിസ്കരിക്കലില്ല എന്ന മാതിരി തുടക്കത്തിൽ തന്നെ 8 തറാവി നിസ്കരിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ച് 8 നിസ്കരിച്ചാൽ ആ 8-നിക്കും തറാവീഹിൽ നിന്നുള്ള 8 നിസ്കരിച്ചതിനിക്ക് 20 അവൻ നിസ്കരിക്കേണ്ടത്. എന്നാലും 8 നിസ്കരിച്ചാൽ 8 ബാത്തിലല്ല, കഫാറത്തിൻ്റെ കാര്യങ്ങളെ മാതിരിയല്ല. അവനിക്ക് ആ 8-നിക്ക് 8-ൻ്റേതായ കൂലി നൽകും. കാരണം അത് സ്വന്തം നീയത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ച് അതൊരു സലാം കൊണ്ട് തീർക്കുന്ന ഒരു മുസ്തഖില്ലായ 2 നിസ്കാരങ്ങളാണ്. തങ്ങൾ പറയുന്നുണ്ട് ആ വിഷയം. അതുകൊണ്ട് തന്നെ അതിനിക്ക് അങ്ങനെ തറാവീഹ് കഴിയുന്നത്ര നിസ്കരിച്ചാൽ അതിനിക്ക് അതിൻ്റേതായ കൂലിയുണ്ട്. അതിൻ്റേതായ കൂലിയുണ്ട്. തറാവീഹ് ഫുള്ള് നിസ്കരിച്ച കൂലിയല്ല. തറാവീഹ് ഫുള്ള് എന്ന് പറഞ്ഞാൽ 20 റക്അത്താണ്. പക്ഷെ തറാവീഹിൽ നിന്ന് എത്ര കുറച്ച് നിസ്കരിച്ചാലും ആ നിസ്കരിച്ചതിനുള്ള കൂലി ഉണ്ടാകും. അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ചാൽ 2 റക്അത്ത് കൂലി കിട്ടും. 4 നിസ്കരിച്ചാൽ 4 നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. ദുഹ അങ്ങനെ തന്നെയാണ്. ദുഹ 8 റക്അത്ത് വരെ നിസ്കരിക്കാം. ഒരാൾ 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ 2 റക്അത്ത് ദുഹ നിസ്കരിച്ച കൂലി കിട്ടും. എന്ന മാതിരി തന്നെയാണ് തറാവീഹും. അപ്പം മൻ കാമ റമളാന എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ എന്നാണ്. എന്നല്ലാതെ വിത്ർ എന്ന് നിയത്ത് വെച്ചിട്ടോ ഇനി തറാവീഹ് വിത്റാണെന്ന് മനസ്സിലാക്കി നിസ്കരിച്ചാലോ ഈ പറഞ്ഞ ഉഫ്റലഹു മാ തഖദ്ദമ മിൻ ദംബി അതുപോലെ കിട്ടൂല. കാരണം ഖിയാമു റമളാൻ ചെയ്തിട്ടില്ല. ഖിയാമു റമളാൻ ചെയ്യണമെങ്കിൽ തറാവീഹിനിക്ക് അംഗീകരിക്കപ്പെട്ട ആ തനിയത്ത് തന്നെ അവൻ ചെയ്യണം.